വചനം വചനം ത്രിയേക ദൈവമം വചനം. ഞാൻ എന്നും ബലിയർപ്പിക്കുന്നത് ബിഷപ്സ് ഹൗസിൻ്റെ അടുത്തുള്ള ഒരു കോൺവെൻറ്റിലാണ്. ഇന്നലെ കുർബാനയ്ക്ക് ശേഷം ഞാൻ സങ്കീർത്തിയിലെത്തിയപ്പോൾ എന്നും കുർബാനയ്ക്ക് വരുന്ന ഒരു അമ്മച്ചി എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ചോ, എനിക്ക് ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. പെട്ടെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, എനിക്ക് മനസ്സിലായില്ല, എന്താണ് അമ്മച്ചി പറഞ്ഞതെന്ന്. അപ്പോൾ അമ്മച്ചി വീണ്ടും പറഞ്ഞു, അച്ചോ, എനിക്ക് ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇന്നലെ രാത്രി എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും വലിയൊരു തെങ്ങ് വീണ്. ദൈവാനുഗ്രഹത്താൽ അത് വീട്ടിലേക്ക് പതിക്കാതെ മറ്റൊരു വശത്തേക്കാണ് വീണത്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണമാണത്. ഈശോയ്ക്ക് ഉറപ്പായും ഒരു ബിഗ് സല്യൂട്ട് നൽകിയേ തീരൂ. എന്നിട്ട് ഞാൻ കൂട്ടിച്ചേർത്തു, എന്നും നമ്മൾ ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകണം. കാരണം നിരന്തരം അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നു, നമ്മൾ അറിയാതെ തന്നെ. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ വലിയൊരു പരിപാലന എപ്രകാരം ബിഷപ്സ് ഹൗസിന് ലഭിച്ചുവെന്ന് ആ അമ്മച്ചിയോട് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസത്തെ പെട്ടെന്നുള്ള ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും ബിഷപ്സ് ഹൗസിലും ഒരു വലിയ മരം കടപുഴകി വീഴുകയുണ്ടായി. വാച്ച്മാൻ താമസിക്കുന്ന മുറിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വലിയ മരമായിരുന്നു അത്. കാഴ്ചയിൽ അത് വീഴുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വലിയ ഭാരമുള്ള ശാഖകളോ മരച്ചില്ലുകളോ ഒന്നും അങ്ങനെ അതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മരം വാച്ച്മാൻ താമസിക്കുന്ന വീടിൻ്റെ അരികോട് ചേർന്ന് നേരെ ബിഷപ്സ് ഹൗസിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ റോഡിലേക്ക് വട്ടമായിട്ടാണ് വീണത്. ദൈവം സഹായിച്ച് ആ സമയത്ത് ബിഷപ്സ് ഹൗസിലേക്ക് വാഹനങ്ങളോ ആളുകളോ ഒന്നും തന്നെ വന്നില്ല. ആ വൻമരം വാച്ച്മാൻ താമസിക്കുന്ന വീട്ടിലേക്കും വീണില്ല. ആ നേരം അദ്ദേഹം വീടിൻ്റെ അകത്തുമുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഒരു ഉപദ്രവം വരുത്താതെ അത് സൈഡിലൂടെ റോഡിലേക്കാണ് വീണത്. 2 KCB പോസ്റ്റുകൾ പൊട്ടി വീണ് എന്നല്ലാതെ മറ്റൊരു നഷ്ടവും വരുത്താതെ ദൈവം വളരെ പ്രത്യേകമായിട്ട് ബിഷപ്സ് ഹൗസിനെ പരിപാലിച്ചു. എന്നും അതിരാവിലെ മുതൽ ആരാധനയ്ക്കായിട്ട് എഴുന്നള്ളിച്ച് വയ്ക്കുന്ന വിശുദ്ധ കുർബാനയുടെ വലിയ അത്ഭുത ശക്തിയാണ്, അനുഗ്രഹമാണ് ഈ വലിയ സംരക്ഷണം ലഭിക്കുവാനുള്ള കാരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലിയ പരിപാലനയെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ദൈവം നമ്മളെ പരിപാലിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതികൾ. ഇവിടെയെല്ലാം ഒരു ബിഗ് സല്യൂട്ട് നൽകുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രാദേശിക സഭയായ കോഴിക്കോട് അതിരൂപതയ്ക്ക് ഒരു ചരിത്ര നിമിഷമായിരുന്നു. ചരിത്ര താളുകളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ദിനമായിരുന്നു 2025 മെയ് 25. കോഴിക്കോട് അതിരൂപതയുടെ ഔദ്യോഗിക സ്ഥാപനവും പ്രഥമ മെത്രാപ്പൊലിത്തയായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലിത്തയുടെ സ്ഥാനരോഹണവുമായിരുന്നു അന്ന്. അതിനും ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഞാൻ. ഇന്നേ ദിനം വളരെ പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട ദിവസമാണ്. കാരണം ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കയറിപ്പോയ ദിനമാണെന്ന്. അതിൻ്റെ ഓർമ്മ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. കത്തോലിക്ക തിരുസഭ ഇന്നേ ദിനം കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, അതാണ് സ്വർഗാരോഹണം. നമുക്കറിയാം, സ്വർഗാരോപണം എന്ന മറ്റൊരു തിരുനാൾ കൂടി സഭ ആഘോഷിക്കാറുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്. പരിശുദ്ധ അമ്മയെ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണ് സ്വർഗാരോപണ തിരുനാൾ. സ്വർഗാരോഹണമാകട്ടെ, അത് കർത്താവായിട്ടുള്ള ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, അതാണ് സ്വർഗാരോഹണ തിരുനാൾ. രണ്ടും രണ്ടാണ്. ഇന്നേ ദിനം
കർത്താവ് യേശുമിശിഹായ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുവാനുള്ള കാരണം അവിടുന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കയറിപ്പോയതുകൊണ്ടാണ്. ദൈവപുത്രനായിട്ടുള്ള ഈശോനാഥൻ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായിട്ടുള്ള വിശ്വസ്ത പുലർത്തിക്കൊണ്ട് പൂർത്തിയാക്കി. അതെ, 100% വിശ്വസ്ത പുലർത്തിക്കൊണ്ട് പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ ദൗത്യം അവിടുന്ന് പൂർത്തിയാക്കി. കർത്താവ് യേശുമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം, ഈശോയെപ്പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ 100% വിശ്വസ്തയോടെ ചെയ്യുവാനാണ്. 100% അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുവാനാണ്. മൺമറിഞ്ഞു പോയ ഫ്രാൻസിസ് പാപ്പയുടെ 3ാമത്തെ അപ്പോസ്തലിക പ്രബോധനമാണ് കൗദാത്തെ എത് എക്സുൽത്താത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുക. ഈ അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ പാപ്പ നമുക്ക് നൽകുന്ന ഒരു പ്രബോധനം, നമ്മൾ എല്ലാവരും ആനന്ദിക്കണം, ആഹ്ലാദിക്കണമെന്നാണ്. അതിന് കാരണമായിട്ട് പാപ്പ പറയുന്നത്, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശുദ്ധനാകുവാനാണ്, വിശുദ്ധയാകുവാനാണ്. അപ്പോസ്തലിക പ്രബോധനത്തിൽ വിശുദ്ധരാകുവാനായിട്ട് പാപ്പ മുന്നോട്ട് വെക്കുന്ന 5 മാർഗങ്ങളിൽ ഒന്ന്, നമ്മുടെ അനുദിന ജീവിതത്തിലെ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ 100% പ്രതിബദ്ധതയോട് ചെയ്യുക എന്നതാണ്. 100% അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുക എന്നതാണ്. 100% വിശ്വസ്തയോടുകൂടെ ചെയ്യുക എന്നതാണ്. അപ്പോസ്തലിക പ്രബോധനത്തിൽ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധരാകുവാൻ ഒരു ബിഷപ്പോ പുരോഹിതനോ സമർപ്പിതരോ ആകേണ്ടതില്ല. ചില ക്രിസ്ത്യാനികളെ മാത്രം പദവിയല്ല ഇത്. എല്ലാവരും വിശുദ്ധരാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വീട്ടിൽ വിശുദ്ധന്മാരും ഉണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പൂർണ്ണ പ്രതിബദ്ധതയോടുകൂടി ജീവിതം നയിക്കുന്ന ആളുകൾ അതിന് ഉദാഹരണമാണ്. കുടുംബത്തിൽ പിതാവ് മക്കളെ വളർത്തുന്നതിൽ തൻ്റെ കടമകളോട് 100% പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ഒരു നല്ല പിതാവായിട്ട് മാറുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരമ്മ കുട്ടികളെ വളർത്തുന്നതിൽ 100% വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഒരു നല്ല അമ്മയായിട്ട് മാറുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മക്കൾ അവരേൽപ്പിച്ചിരിക്കുന്ന കടമകൾ 100% അർപ്പണ മനോഭാവത്തോടു കൂടി നിറവേറ്റിക്കൊണ്ട് നല്ല മക്കളായി മാറുവാനും സാധിക്കും. ഇങ്ങനെ 100% അർപ്പണ മനോഭാവത്തോടുകൂടെ, 100% പ്രതിബദ്ധതയോടുകൂടെ, 100% വിശ്വസ്തയോടെ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ നമ്മളും വിശുദ്ധരായിട്ട് മാറും. ഈശോയെപ്പോലെ ദൗത്യം പൂർത്തീകരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മളെല്ലാവരും മാറും. അങ്ങനെ ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുവാനൊക്കെ ആയിട്ട് നമുക്കും സാധിക്കും. രണ്ടാമതായിട്ട് സ്വർഗാരോഹണത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം, നമുക്ക് എല്ലാവർക്കും പോകുവാനായിട്ട് ഒരു ഇടമുണ്ട് എന്നാണ്. നിത്യമായിട്ടുള്ള ഇടമുണ്ടെന്നാണ്, സത്യമാണ്. ആ ഇടമാണ്, നിത്യമായ ഇടമാണ് സ്വർഗം. ആ നിത്യമായിട്ടുള്ള ഇടത്തിലേക്കാണ് ഈശോ കയറിപ്പോയത്, സ്വർഗത്തിലേക്ക്. ഇന്ന് പലർക്കും സ്വർഗരാജ്യത്തെക്കുറിച്ചൊരു ചിന്ത പോലുമില്ല. സ്വർഗം ഒരു കെട്ടുകഥയായിട്ട് കരുതുന്നവർ പോലുമുണ്ട്. എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്നാണ് സ്വർഗം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നുണ്ട്. 1024 ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പരിശുദ്ധ ത്രിയേക ദൈവത്തോടൊപ്പമുള്ള പൂർണ്ണമായിട്ടുള്ള ഈ ജീവിതം കന്യക മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധന്മാരുമൊപ്പമുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. സുനിശ്ചിതമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണത്. 1025 ഖണ്ഡികയിൽ നാം വീണ്ടും വായിക്കുന്നു, സ്വർഗത്തിൽ ജീവിക്കുക എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതാണ്. ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകൂ എന്നതായിരുന്നു ഈശോയുടെ ലക്ഷ്യവും ദൗത്യവും. അതിനാൽ തന്നെ ഈശോ തൻ്റെ പരിശുദ്ധം ആരംഭിച്ചപ്പോൾ പ്രസംഗിച്ചതും അനുദപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതാണ്. കർത്താവിൻ്റെ പ്രബോധനങ്ങൾ അധികവും സ്വർഗത്തെക്കുറിച്ചാണ് പ്രഘോഷിച്ചത്. കർത്താവിൻ്റെ എല്ലാ ഉപമകളും സ്വർഗത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനാണ്. നമുക്കായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഇടം ഉണ്ടെന്നും ആ ഇടം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുമാണ്. മൂന്നാമതായിട്ട്
ഈശോ നമുക്ക് സജ്ജമാക്കിയിരിക്കുന്ന ഇടത്തിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, അത് ഈശോ തന്നെയാണ്. യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നു. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അതായത് പിതാവിലേക്കുള്ള വഴി ഈശോയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി ഈശോയാണ്, ഈശോ മാത്രമാണ്. അനേക വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അവരുടെ ജീവിതം തെറ്റായ പാതയിലൂടെയായിരുന്നു. എന്നാൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ അവരെല്ലാവരും ചരിക്കുവാൻ തുടങ്ങി, ഈശോയാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ തുടങ്ങി. ആയതിനാൽ ഈശോയാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ, ഈശോയാകുന്ന വഴിയിലൂടെ മാത്രം മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട്, ഈശോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട്, സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഈശോയാകുന്ന മാർഗത്തിലൂടെ മാത്രം ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.